പെരുന്നയുടെ പിന്തുണ ആർക്ക് എന്നൊരു കോമ്പറ്റീഷൻ നിലവിൽ നടക്കുന്നത് CPM-നും കോൺഗ്രസിനും ഇടയിലാണ്. അല്ല, പെരുന്ന അങ്ങനെ വോട്ടാണ് ഉദ്ദേശിച്ചതെങ്കിൽ അടുത്ത വരാൻ പോകുന്ന പഞ്ചായത്ത് അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ വോട്ട് പോകട്ടെ, രാഷ്ട്രീയ പിന്തുണ എന്നുള്ളത് രാഷ്ട്രീയ പിന്തുണ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും പെരുന്നയിൽ നിന്ന് കൊടുക്കുന്ന ഒരുപോലെ അതല്ലേ എന്താ ശരിദൂരം എന്നവർ പറയുന്നത്. ശരിദൂരവും സമദൂരവും ഒക്കെ പറയുമ്പോഴേക്കും തന്നെ മനസ്സിലാവും. ശരിദൂരം സമദൂരം ഒന്നല്ലല്ലോ. അതെ, സമദൂരവും ശരിദൂരവും ഒക്കെ NSS പറയുമ്പോഴേക്കും പിന്തുണ ആർക്കാണെന്ന് വ്യക്തമാവില്ല. ഞാൻ ചോദിക്കുന്നത്, NSS വരാൻ പോകുന്ന പഞ്ചായത്ത് അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഇന്ന കക്ഷിയെ പിന്തുണയ്ക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടോ? പിന്നെ എന്തിനാ ആവശ്യമില്ലാത്ത മാനങ്ങളിലേക്ക് എത്തുന്നത്? അവർ ശബരിമലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഗവൺമെൻറ് എടുത്ത തീരുമാനത്തിൽ, നേരത്തെ യുവതികളെ പ്രവേശിപ്പിക്കുവാൻ എടുത്ത ഗവൺമെൻറ് തീരുമാനത്തിൽ NSSൻ്റെ നിലപാട് പറഞ്ഞു. ഇപ്പോൾ ഗവൺമെൻറ് ഞങ്ങൾ ശബരിമലയെ സംരക്ഷിക്കുമെന്ന് പറഞ്ഞപ്പോഴേക്കും അവരുടെ നിലപാട് അതായതുകൊണ്ട് അതിനെ പിന്തുണച്ചു. അതിൽ എത്ര ആശ്ചര്യം. അല്ല, ഈ പറയുന്നത് അതായത് ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട NSSന് മുൻപ് മറ്റൊരു നിലപാടാണ് ഉണ്ടായിരുന്നത്. നിങ്ങൾക്കറിയാം, ഗവൺമെന്റ് അവിടുത്തെ വിശ്വാസങ്ങളെ NSSനും ഒരു നിലപാട് എന്ന നിലയ്ക്കാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ പക്ഷേ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് സർക്കാരിനെ വിശ്വാസത്തിലെടുക്കാൻ NSS തയ്യാറായിരിക്കുന്നു, പൂർണ്ണ വിശ്വാസമാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. കോൺഗ്രസിന് ആ പിന്തുണയിൽ ഒരു അങ്കലാപ്പ് ഉണ്ടാകുന്നു. അപ്പോൾ കോൺഗ്രസിന് പിന്തുണ ഇല്ല എന്നുള്ളത് കൂടി അവിടെ നിന്ന് വ്യക്തമാകുന്നുണ്ടോ എന്ന ആശങ്കകൾക്കിടയിൽ കോൺഗ്രസ് CPM എന്ന കാര്യം മാത്രമേ എഴുതുള്ളൂ. ഇപ്പോൾ ഈ ശരിദൂരം സമദൂരം എന്നൊക്കെ പറഞ്ഞു വെക്കുന്ന എന്തിനാണ് സാധാരണഗതിയിൽ NSS ഞങ്ങൾ ഇന്നയാളെ പിന്തുണയ്ക്കും എന്ന് കൃത്യമായി പറയാറില്ല, എന്ന് വാക്ക് അടിസ്ഥാനത്തിൽ പറയാറില്ല. പക്ഷേ NSSന്റെ പിന്തുണ എവിടെയാണ് എന്നുള്ളത് എല്ലാവർക്കും വ്യക്തമാകാറുണ്ട്. അങ്ങനെ വ്യക്തമാക്കുന്നതിനിടയിൽ കോൺഗ്രസിന്റെയും CPM-ന്റെയും പേര് മാത്രമേ പറഞ്ഞു കേൾക്കുന്നുള്ളൂ എന്നാണ് ഞാൻ പറഞ്ഞത്. ഞാൻ രണ്ട് പാർട്ടായിട്ട് ഉത്തരം പറയാം. ഒന്ന്, കോൺഗ്രസിന് ഇപ്പോൾ പറയുന്ന NSS SNDP ഒക്കെ അവിടെ പ്രതിനിധികളെ പമ്പയിലേക്ക് അയച്ചതിൽ ഒരു ആശങ്കയുണ്ടെന്നാണ് ആദ്യം പറഞ്ഞത്. കോൺഗ്രസിന് എന്തുകൊണ്ടാണ് ആശങ്ക വരുന്നത്? കോൺഗ്രസിൽ വിശ്വാസമില്ലാത്തതുകൊണ്ടാണ്. കോൺഗ്രസിൻ്റെ നിലപാടിലും കോൺഗ്രസിൻ്റെ രാഷ്ട്രീയത്തിലും കോൺഗ്രസിന് വിശ്വാസമില്ലാത്തതുകൊണ്ടാണ് കോൺഗ്രസിന് അങ്കലാപ്പ്. ഞങ്ങൾക്ക് ഞങ്ങളുടെ അടിത്തറയിലും ഞങ്ങളുടെ നിലപാടിലും ഞങ്ങളുടെ പ്രവർത്തനത്തിലും വിശ്വാസമുള്ളതുകൊണ്ടാണ് ഞങ്ങൾക്ക് യാതൊരു അങ്കലാപ്പില്ല. ഞങ്ങളുടെ നേതാക്കന്മാർ, ഞങ്ങളുടെ പാർട്ടിയും ഞാനും ഈ ചർച്ചയിൽ വളരെ കൂളായിട്ടുള്ള ഈ വിഷയത്തിനെ കാണുന്നത്. അതായത് ഇപ്പോൾ താങ്കൾ വളരെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ഒരു പോയിന്റ് ചോദിച്ചു. ശബരിമല യുവതീ പ്രവേശ വിഷയത്തിൽ NSSനും BJPക്കും ഒരേ നിലപാടായിരുന്നു എന്ന് പറഞ്ഞു. ഞാൻ രണ്ട് കാര്യങ്ങൾ പറയാം. ഒന്ന്, പ്രക്ഷോഭരംഗത്തുള്ളതുകൊണ്ടാണ് ഞാൻ പറയാം. NSS ഓരോ വിഷയത്തിൽ ഞാൻ NSSനെ കാണുന്ന സമയം മുതൽ തന്നെ, അല്ലെങ്കിൽ മനസ്സിലാക്കുന്ന സമയം തന്നെ ഒരു വിഷയത്തിൽ നിലപാട് സ്വീകരിക്കുന്നത് NSSൻ്റെതായ കാഴ്ചപ്പാടിലുള്ള നിലപാടാണ് സ്വീകരിക്കുന്നത്. ഏത് രാഷ്ട്രീയ പാർട്ടി, ഏത് ഗവൺമെൻറ് എന്ത് നിലപാട് സ്വീകരിക്കുന്നുള്ള NSSനെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട ഘടകമില്ല. ഒരു വിഷയത്തിൽ NSS ആ വിഷയത്തെ എങ്ങനെ കാണുന്നു, അവർ ആ നിലപാട് പറയും. ആ നിലപാട് ചിലപ്പോൾ വിജയിക്കും, പരാജയപ്പെടും. ഒരിക്കലും BJP രാഷ്ട്രീയ പാർട്ടി എന്നുള്ളതൊക്കെ ഞങ്ങളുടെ നിലപാട് സ്വീകരിച്ചാണ് മുന്നോട്ട് പോകുന്നത്. പല ഘട്ടങ്ങളിലും NSS സ്വീകരിക്കുന്ന നിലപാടും SNDP സ്വീകരിക്കുന്ന നിലപാടെന്ന് വിയോജിച്ചുകൊണ്ട് BJP നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട്. എന്നാൽ മുന്നോക്ക വിഭാഗത്തിൽപ്പെട്ടവർ, ഇതിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് സംവരണം കൊടുക്കണം എന്നുള്ള നിലപാട് BJPക്ക് ആ നിലപാടുണ്ട്, NSSനും ആ നിലപാടുണ്ടായിരുന്നു. ഇത് NSSൻ്റെ പ്രതിനിധി സഭയിലോ BJPയുടെ സംസ്ഥാന കമ്മിറ്റിയിലോ പരസ്പരം ചർച്ച ചെയ്തിട്ടൊന്നുമല്ല എടുത്തത്. പക്ഷേ മുന്നോക്ക വിഭാഗക്കാരിൽപ്പെട്ട പിന്നോക്കമായി സാമ്പത്തികം നിൽക്കുന്നവർക്ക് സംവരണം കൊടുക്കണമെന്ന് പറയും നരേന്ദ്രമോദി ഗവൺമെൻറ് നടപ്പിലാക്കുകയും ചെയ്തപ്പോൾ NSSും BJPയും പറഞ്ഞ നിലപാട് ഒന്നിലേക്ക് വന്നു, ഒരാശയത്തിലേക്ക്. അതിനുശേഷം വിയോജിപ്പുള്ള നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട്, യോജിച്ചുള്ളത് സ്വീകരിച്ചിട്ടുണ്ട്. യുവതീ പ്രവേശന വിഷയത്തിൽ NSS തുടക്കത്തിൽ തന്നെ അവരുടെ സ്റ്റാൻഡ് പറഞ്ഞു, അവർ പല പരിപാടികളും സംഘടിപ്പിച്ചു. BJPയുടെ നിലപാടും പറഞ്ഞു. ഇത് പരസ്പരം NSSും BJPയും തമ്മിൽ ആശയവിനിമയം നടത്തിയിട്ടൊന്നുമല്ല. ഗവൺമെൻറ്റിന് ആ സ്റ്റാൻഡിനെതിരായിട്ട് ഒരേ നിലപാട് രണ്ട് സംഘടന സ്വീകരിക്കുമ്പോഴേക്കും സ്വാഭാവികമായിട്ടും ഒരുമിച്ച് ചില മുന്നേറ്റങ്ങൾ നടത്തും. ഇപ്പോൾ ഞാൻ ഒറ്റ ഉദാഹരണം പറയാം. തിരുവനന്തപുരത്ത് ലോ അക്കാഡമിയിലെ ഒരു ജനാധിപത്യ പ്രവർത്തനത്തിന് എതിരായിട്ട് മാനേജ്മെൻറ്റ് നിലപാടെടുത്തപ്പോൾ 10 വർഷം മുമ്പാണ്. ഞങ്ങളവിടെ സ്റ്റുഡൻസ് നടത്തിയ സമരത്തിൽ ഞങ്ങൾ പിന്തുണ കൊടുത്തു. ഇപ്പോൾ ഞാൻ ഉൾപ്പെടെ അവിടെ ഉപവാസം അനുഷ്ഠിച്ച ആളാണ്. ഞങ്ങളുടെ V. മുരളീധരൻജി ഉപവാസം ആരംഭിച്ച് 2 ദിവസം കഴിഞ്ഞപ്പോഴേക്കും കോൺഗ്രസോട് ഉപവാസം തുടങ്ങി. ആ സമരത്തിൽ ഞാൻ ഉപവാസം കിടന്നപ്പോഴേക്കും പാണക്കാട് തങ്ങൾ, PK കുഞ്ഞാലിക്കുട്ടി, ഉമ്മൻചാണ്ടി ഉൾപ്പെടെ ഉള്ളവർ കോൺഗ്രസിന്റെ പന്തൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ എനിക്കും കയറി ഷാൾട്ട് തന്നിട്ടുണ്ട്. അത് കോൺഗ്രസും BJPയും തമ്മിൽ ഒരുമിച്ചതിന്റെ അർത്ഥത്തിലില്ല, ഒരു ഇഷ്യൂവിന്റെ ബേസിൽ. നോക്കൂ, ഭയങ്കരമായിട്ട് വളഞ്ഞു കെട്ടിയാണ് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയില്ല. നോക്കൂ, ഇതിലൊരു പ്രശ്നമുള്ള എന്താണെന്നറിയാമോ? ശബരിമലയുമായി ബന്ധപ്പെട്ട് സർക്കാരിൽ NSSന് വിശ്വാസമുണ്ട്. ഇപ്പോൾ മുൻപ് വിശ്വാസമില്ലാത്തത് കൊണ്ടായിരിക്കണമല്ലോ സമരത്തിന് പോയിട്ടുണ്ടാവുക. പക്ഷേ ഈ കാലം കടന്നു പോകുമ്പോൾ അതിൽ മാറ്റം ഉണ്ടാകുന്നുണ്ട്. അത് സ്വരച്ചേർച്ച ഉണ്ടായി എന്നുള്ളതാണ് പാർട്ടി അതിൽ വ്യക്തമാക്കുന്ന, പാർട്ടി അതിൽ കണ്ടെത്തുന്നതുകൊണ്ടാണ് പാർട്ടി സെക്രട്ടറിയുടെ ആ പ്രതികരണം അങ്ങനെ വന്നത്. അങ്ങനെയാണ് എങ്കിൽ നിങ്ങൾ ഈ പറയുന്ന സംഘപരിവാർ സംഘടനകളെല്ലാം ചേർന്ന് ബദൽ സംഘമൊക്കെ നടത്തിയല്ലോ. അപ്പോൾ NSS നിലപാട് ഞാൻ പറയട്ടെ, NSS സർക്കാരിൽ വിശ്വസിച്ചോട്ടെ. സർക്കാർ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന ഒരു നിലപാടിൽ NSS വിശ്വസിച്ചോട്ടെ.
അത് NSSന്റെ വിശ്വാസമാണ്. അവർ വിശ്വസിക്കണമെന്ന് അവിശ്വസിക്കണമെന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം BJPക്ക് ഇല്ല. ഇനി ഞാൻ പറയട്ടെ, NSS വിശ്വസിച്ചോടെ NSSന്റെ ഒരു ബോഡിയിൽ ചർച്ച ചെയ്ത് അവരുടെ നേതൃത്വം എടുത്ത ഒരു തീരുമാനമുണ്ട്. ആ തീരുമാനം ഗവൺമെന്റിനെ വിശ്വസിക്കാനുള്ള, ഈ വിഷയത്തിൽ വിശ്വസിക്കാനുള്ള വിശ്വാസം എടുത്തോടെ. പക്ഷേ ഞങ്ങൾ CPMനെയും CPM നേതൃത്വം കൊടുക്കുന്ന ഗവൺമെന്റിനെയും രാഷ്ട്രീയമായി ഇപ്പോൾ അവർ ചൂട് മാറ്റുന്നത് അവർക്ക് നഷ്ടപ്പെട്ടു പോയ ഹിന്ദു വോട്ട് ബേസ്, അതായത് അത് വ്യക്തമായിട്ട് പറഞ്ഞാൽ ശബരിമലയും ഹിന്ദു വിശ്വാസ പ്രമാണങ്ങളെയും തകർത്തുകൊണ്ട് കേരളത്തിൽ ഉണ്ടായി വരുന്ന ഒരു ഹിന്ദു വോട്ട് ബാങ്കിന്റെ സാമുദായിക വിഷയത്തിൽ ഒരു ആചാരപരമായ വിഷയത്തിൽ BJP NSSനാണോ അടിസ്ഥാനപരമായി നിലപാടെടുക്കാനുള്ള ഒരു ധാർമ്മിക അനിൽകുമാർ LDF ഗവൺമെന്റ് മുന്നേറ്റം പറഞ്ഞപ്പോൾ താങ്കൾ അനുവദിച്ചു. അല്ല, ഞാൻ പറഞ്ഞു അദ്ദേഹം അങ്ങനെ ചുറ്റി വരഞ്ഞ താങ്കൾ ഞാൻ പറഞ്ഞിട്ട് തന്നെ തടസ്സപ്പെടുത്തിക്കോളൂ. ഞാൻ പറയട്ടെ, ഇപ്പോ ശബരിമലയെ തകർത്തുകൊണ്ട് വിശ്വാസ പ്രമാണങ്ങൾ തകർത്തുകൊണ്ട് കേരളത്തിലുണ്ടാകുന്ന ഒരു ഹൈന്ദവ മുന്നേറ്റം തകർക്കാൻ CPM ശ്രമിച്ചിരുന്നു, പോലീസിനെ ഗവൺമെൻറ് ഉപയോഗിച്ചുകൊണ്ട്. അതിലാണല്ലോ M സ്വരാജ് കന്യയ്യപ്പന്മാർ പോകാത്തതുകൊണ്ട് മാളിയപ്പുറത്തമ്മയെ അയ്യപ്പൻ കല്യാണം കഴിച്ചു, അതുകൊണ്ട് അവിടുത്തെ അയ്യപ്പൻ ബ്രഹ്മചര്യം മാറി എന്ന് പ്രസംഗിച്ചപ്പോൾ ഒരു CPM നേതാവ് പോലും അതിനെ എതിർത്ത് പറഞ്ഞില്ലല്ലോ. CPMന്റെ ഒരു ഘടകവും അങ്ങനെ പറയാൻ പാടില്ലെന്ന് പറഞ്ഞില്ലല്ലോ. ആ സ്വരാജ് സ്വന്തം ബൂത്തിലും സ്വന്തം പഞ്ചായത്തിലും സ്വന്തം നിയോജക മണ്ഡലത്തിലും ഏറ്റവും പുറകിൽ പോയപ്പോഴേക്കും CPM റിയലൈസ് ചെയ്തു ഇനി ഈ പൊളിറ്റിക്സ് നമ്മുടെ അടിത്തറ തകർക്കും. അതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതും മുഖ്യമന്ത്രി തന്ത്രി കുടുംബത്തെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും NSS ഒരു ദിവസം മറക്കുന്നില്ല. ഞാൻ ഡയറക്റ്റ് അങ്ങോട്ട് ചോദിക്കട്ടെ, ഹിന്ദു വിശ്വാസം ഒരു സാമുദായിക വിശ്വാസം പോട്ടെ, സാമുദായികമായ വിശ്വാസപരമായ ആചാരപരമായ നിലപാടെടുക്കാൻ BJPക്കുള്ളതിനേക്കാൾ ധാർമ്മികമായ ഒരു അടിത്തറ മുൻതൂക്കം എന്ന് പറയുന്നത് NSSനാണ്. BJP എടുക്കുന്ന രാഷ്ട്രീയ നിലപാടാണ്, വിശ്വാസവുമായി ബന്ധപ്പെട്ട് ഒരു പാർട്ടി രാഷ്ട്രീയമായി എടുക്കുന്ന നിലപാടാണ്. പക്ഷേ NSS ഒരു സാമുദായിക സംഘടനയാണ്. അതിന് ആചാരപരമായ നിലപാടെടുക്കാൻ, വിശ്വാസപരമായ നിലപാടെടുക്കാൻ BJPയേക്കാൾ സ്വാഭാവികമായും ധാർമ്മിക അടിത്തറ കൂടുതലുണ്ട്. ആ NSS പറയുന്നു ശബരിമല കാര്യത്തിൽ ഞങ്ങൾക്ക് സർക്കാരിന് വിശ്വാസമാണ്. നിങ്ങൾക്ക് വിശ്വാസമില്ല, സർക്കാരിന് എന്താ? NSS വിശ്വസിച്ചോട്ടെ. അതാ ഞാൻ പറയുന്നത്, ശബരിമല സർക്കാർ വഞ്ചനാപരമായ നിലപാടെടുക്കുന്നു എന്ന് NSSന് പരാതിയില്ലെങ്കിൽ NSS നിങ്ങളുടെ കാര്യം രാഷ്ട്രീയം കൂടി കലർന്നാണ്. നിങ്ങൾ രാഷ്ട്രീയ എതിർപ്പ് വെച്ച് പറയുന്നു, രാഷ്ട്രീയ എതിർപ്പ് വെച്ച് പറയുന്നു, സ്വാഭാവികമായി പറയില്ലേ? ഞങ്ങൾ ഫൈറ്റ് ചെയ്യുന്ന ആരിനോടാണ്? ഞങ്ങൾ ഫൈറ്റ് ചെയ്യുന്നത് CPM എന്ന രാഷ്ട്രീയ പാർട്ടിയോടാണ്. CPM എന്ന രാഷ്ട്രീയ പാർട്ടി നേതൃത്വം കൊടുക്കുന്നത് ഗവൺമെന്റിനോടാണ്. CPMന്റെ രാഷ്ട്രീയ ആശയങ്ങൾ ശബരിമല പോലുള്ള ഹൈന്ദവ മുന്നേറ്റങ്ങൾ, ഹൈന്ദവ ആരാധന നടപ്പിലാക്കുന്നതിനെതിരായിട്ടുള്ള ഞങ്ങളുടെ NSSന് പരാതിയില്ല. അതൊരു സാമുദായിക സംഘടനയാണ്. അതായത് കേരളത്തിൽ പ്രബലമായ 2 സാമുദായിക സംഘടനകൾ, അതിന്റെ നേതാക്കൾ ശബരിമലയുമായും വിശ്വാസപരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഞങ്ങൾക്ക് സർക്കാരിനെ വിശ്വാസമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞ ഗ്രൗണ്ടിൽ നിന്ന് ഒരു മിനിറ്റ് ഞാൻ പറയട്ടെ. അപ്പോ അങ്ങനെ പറഞ്ഞു നിന്ന അതേ ഗ്രൗണ്ടിൽ വെച്ച് BJP പറയാണ് ഇവിടുത്തെ മുഴുവൻ ആചാരത്തെയും ഇല്ലാതാക്കാൻ CPM ശ്രമിക്കുന്നു എന്ന് പറയുമ്പോൾ അത് നിങ്ങളുടെ രാഷ്ട്രീയ നിലപാടാണെന്ന് CPM പറയില്ലേ? CPM രാഷ്ട്രീയമായി പറയുന്നതിനപ്പുറത്ത് വിശ്വാസത ആചാരപരമായ കാര്യങ്ങളിൽ സാമുദായിക സംഘടനയ്ക്ക് പറയാൻ കഴിയും. അങ്ങ് പറയുന്നതാണ് എനിക്കും പറയാൻ പറ്റും, പക്ഷെ എനിക്ക് അങ്ങോട്ട് ബഹുമാനുണ്ട്, ഞാൻ പറയില്ല. ഞാൻ പറയട്ടെ, ഇപ്പോ NSS ഒരു നിലപാട് സ്വീകരിച്ചു. ആ നിലപാട് സ്വീകരിക്കരുത് ഞങ്ങൾ പറഞ്ഞില്ലല്ലോ, അത് അവരുടെ സ്വാതന്ത്ര്യം. അങ്ങ് പറഞ്ഞ കേക്കോ? ഞങ്ങൾ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഞങ്ങൾ പറയുമ്പോൾ NSS പ്രവർത്തിക്കുന്നത് അല്ല, അതുകൊണ്ട് പറയേണ്ട കാര്യമില്ല. അതുകൊണ്ട് തന്നെ BJP പ്രവർത്തിക്കുന്ന BJPയുടെ സ്വതന്ത്ര അസ്തിത്വത്തിന്റെ അടിസ്ഥാനത്തിലാണ്. NSS പ്രവർത്തിക്കുന്ന NSSന്റെ സ്വതന്ത്ര അസ്തിത്വത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ആചാരപരമായ കാര്യത്തിൽ, വിശ്വാസപരമായ കാര്യത്തിൽ കോൺഗ്രസിനേക്കാളും കൂടുതൽ സാമുദായിക സംഘടനകൾക്ക് അഭിപ്രായം പറയാനുണ്ട്. അവർ പറയാണ് സർക്കാരിന് ഞങ്ങൾക്ക് വിശ്വാസമാണെന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ പറയുന്നത് രാഷ്ട്രീയം എന്ന നിലയ്ക്ക് അല്ലല്ല, അവർക്ക് അതിന്റെ ഓതന്റിസിറ്റി ഉണ്ടെന്ന് താങ്കൾ പറഞ്ഞു കഴിഞ്ഞാൽ അവരെടുത്തോട്ടെ. വിശ്വാസപരമായ കാര്യത്തിൽ NSSന് ഓതന്റിസിറ്റി ഇല്ല, ഞങ്ങൾക്ക് ഉള്ളതെന്ന് പറ. ഞാൻ പറയട്ടെ, ഞങ്ങൾക്ക് രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയ്ക്ക് ഞങ്ങളുടെ നിലപാടുകൾ സ്വീകരിച്ച് ഞങ്ങൾ മുന്നോട്ട് പോകും. NSSന്റെ നിലപാട് സ്വീകരിച്ച് ഇതിന്റെ പ്രശ്നം എന്താണ്? ഞാനിപ്പോ അതിനെ എതിർത്ത് പറഞ്ഞ് NSSന്റെ നിലപാടിനെ BJP തള്ളി പറഞ്ഞു എന്നുകൊണ്ട് ഞങ്ങൾ CPM എക്കാലത്ത് ശബരിമല എടുത്തിട്ടുള്ള നിലപാട് തെറ്റാണ്.